എന്റെ പേര് ഫാത്തിമ തസ്നി. എനിക്ക് 21 വയസ്സാണ്. ഞാൻ 1.5 വർഷമായി ഡയാലിസിസ് ചെയ്യുന്നു. എന്റെ കയ്യിലാണ് ഡയാലിസിസ് ചെയ്യുന്നത്. എന്റെ കയ്യിന് ഭയങ്കര വേദനയാണ്. എന്റെ കിഡ്നി മാറ്റി വെക്കാൻ നിങ്ങളെല്ലാവരും സഹായിക്കണം. വേദന എല്ലാവരും സഹായിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഫിറോസ് കുന്നംപറമ്പിലാണ്. ഒരു മനുഷ്യനും സഹിക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് ഈ കാഴ്ച. ഉമ്മയും മകളും കരഞ്ഞുകൊണ്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ കൈനീട്ടാം. തന്റെ മകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. 21 വയസ്സുള്ള ഫാത്തിമ തസ്നി എന്ന് പറയുന്ന ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇന്ന് കിഡ്നി രോഗം ബാധിച്ച് അതിന്റെ ഡയാലിസിസും അതിന്റെ വേദനയും സഹിച്ച് പഠിത്തം മുടങ്ങിയിട്ട് വീടിനകത്തിരിക്കാം. നമ്മുടെ മക്കളാണ്, നമ്മുടെ അനുജത്തിയാണ്, നമ്മുടെ സഹോദരിയാണ് ഇങ്ങനൊരവസ്ഥ നേരിടുന്നതെങ്കിൽ നമുക്കത് സഹിക്കാൻ പോലും കഴിയില്ല. പരിശുദ്ധമായ ഈ ഒരു മാസത്തില് നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അതിന് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ ഒരു സമയത്തില് ഈ സഹോദരിയെ കൂടി, ഈ പൊന്നു മോളെ കൂടി നിങ്ങൾ ചേർത്ത് പിടിക്കണം. ഈ കുടുംബത്തിന്റെ കണ്ണീര് തുടയ്ക്കാൻ, ഈ കുടുംബത്തിന് ആശ്വാസമേകാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും തസ്നിയുടെ കിഡ്നി മാറ്റിവെക്കുന്നതിന് വേണ്ടിയിട്ട് 30 ലക്ഷം രൂപ കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ എല്ലാവരും ഞങ്ങളോടൊപ്പം നിൽക്കണം. എൻ്റെ കുട്ടിയെ വീഡിയോക്ക് മുന്നിൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല ഞാൻ. നിവൃത്തിയില്ല. നിങ്ങളെല്ലാവരും സഹായിക്കണം. എല്ലാവരും ഞാൻ അപേക്ഷിക്കുകയാണ്. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി ഞാൻ ഇതുവരെ ചികിത്സിച്ചു. ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ സഹായം കൂടിയേ തീരൂ. എല്ലാവരും സഹകരിക്കുക, സഹായിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സംസാരിക്കുന്നത് ചെറമംഗലം മഹല്ല് പള്ളി ഒരിക്കൽ റോഡ് പള്ളിയിലെ ഖത്തീബ് ഉസ്താദാണ് സംസാരിക്കുന്നത്. ഹാഫിള് സഫറുല്ലാ ഫാദിൽ. നമ്മുടെ പള്ളിയുടെ മുൻവശത്ത് താമസിക്കുന്ന പുതുകുളങ്ങര മുഹമ്മദുക്കയുടെ കുടുംബം വളരെ നാട്ടുകാർക്ക് വളരെ പ്രിയപ്പെട്ട, നാട്ടുകാർക്കെല്ലാം വളരെ സ്നേഹം മാത്രം നൽകിയ ഒരു വലിയ മഹത്വമുള്ള കുടുംബമാണ് മുഹമ്മദുക്കയുടെ കുടുംബം. ഒരു ചെറിയ പരീക്ഷണം എന്ന നിലക്ക് ഈ കുടുംബത്തിലെ അബ്ദുസലാം എന്നവരുടെ മകൾ 2 കിഡ്നിയും തകരാറിലായി. ആ പൊന്നുമോൾ മാസങ്ങളോളമായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഈ വിശുദ്ധ റമദാനിൽ സ്വതക്കക്ക് അല്ലെങ്കിൽ നന്മയ്ക്ക് ഒരുപാട് ഫലമുള്ള ഈ വിശുദ്ധ മാസത്തിൽ എല്ലാവരും കൂടെ ഈ പൊന്നുമോളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ആ പ്രിയപ്പെട്ട സഹോദരിയെ, നമ്മുടെ കൊച്ചനുജത്തിയെ